ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ തിരുവചന ധ്യാനത്തിലേക്ക് സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് തിരഞ്ഞെടുത്ത ഒരു തിരുവചനം വായിക്കുന്നു. 2 തിമോഥെയോസ് 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവിടുത്തെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 2 തിമോഥെയോസ് 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ എന്ന ഒരു ഭക്തൻ്റെ പ്രത്യാശ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ അവസാന കാലങ്ങളിൽ, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ തൻ്റെ നിര്യാണ കാലം അടുത്തപ്പോൾ എഴുതിയ അടിക്കുറിപ്പാണ് നാം വായിക്കുവാനിടയായത്. ഒരു മനുഷ്യൻ മരണശയ്യയിലായിരിക്കുമ്പോൾ, അഥവാ അവൻ്റെ അവസാന കാലങ്ങളിൽ, പ്രത്യേകിച്ച് മരിക്കുന്നതിന് മുമ്പ് അവസാനമായി പറയുന്ന വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ മനുഷ്യൻ്റെ അവസാന ശബ്ദം കേൾക്കുവാൻ കൊതിക്കുന്ന ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ, ഭാര്യ, ഭർത്താവ്, മക്കൾ, മറ്റു ബന്ധുക്കൾ, ആ മനുഷ്യൻ്റെ നന്മ അനുഭവിച്ചവർ, അവർക്ക് ആ വ്യക്തിയുടെ, അഥവാ മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ അവസാന വാക്കുകൾ വളരെ ആകാംക്ഷയോടെ ആകും, വളരെ പ്രതീക്ഷയോടെ ആകും അവർ കേൾക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ അതുപോലൊരു വ്യക്തിയെയാണ് നാം കാണുന്നത്. ദീർഘവർഷങ്ങൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിച്ച് പ്രവർത്തിച്ച് ഒടുവിൽ തൻ്റെ അവസാന കാലത്ത്, വാർദ്ധക്യത്തിൽ മരിക്കുന്നതിന് മുമ്പായി അദ്ദേഹം തൻ്റെ ശുശ്രൂഷയാൽ വിശ്വാസത്തിലേക്ക് വന്ന തിമോഥെയോസ് എന്ന ദൈവദാസന് എഴുതുകയാണ്. ഞാൻ നല്ല പോർ പൊരുതു. എൻ്റെ ജീവിതം ഒരു പോരാട്ടമായിരുന്നു. രണ്ടാമതായി അദ്ദേഹം പറയുന്നു, എൻ്റെ ജീവിതം ഒരു ഓട്ട മത്സരമായിരുന്നു. മൂന്നാമതായി അദ്ദേഹം പറയുന്നു, എൻ്റെ ജീവിതം ഒരു വിശ്വാസത്തിൻ്റെ മത്സരമായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ആ പോർ, അഥവാ മത്സരം, ആ ഓട്ടമത്സരം, ആ വിശ്വാസത്തിൻ്റെ പരീക്ഷണങ്ങൾ, ഇവിടെയൊക്കെ എനിക്ക് നിലനിൽക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് എന്താണ് ഫലം? അദ്ദേഹം വിവരിക്കുന്നു. നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അദ്ദേഹം പ്രത്യാശിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. തൻ്റെ ജീവിതം പാഴായിപ്പോയില്ല. അവസാന കാലത്ത് മരിക്കുന്നതിന് മുമ്പായി അദ്ദേഹം ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ, ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ പ്രതീക്ഷയുള്ള ഭാവി കാലത്തെയാണ് അദ്ദേഹം കാണുന്നത്. ദൈവം തനിക്കായി ഒരുക്കിയ ആ ജീവകിരീടത്തെ സ്വപ്നം കാണുകയാണ്. അത് നമുക്ക് വേണ്ടിയും കൂടിയുള്ളതാണ്. അത് പറഞ്ഞാണ് അദ്ദേഹം ഇത് അവസാനിപ്പിക്കുന്നത്. എനിക്ക് വേണ്ടി മാത്രമല്ല, ആ നീതിയുടെ കിരീടം ആ ദൈവത്തിനായി പ്രത്യാശ വച്ചിരിക്കുന്ന എല്ലാവർക്കുമായി
കാത്തിരിക്കുകയാണ്. ഞാനും നിങ്ങളും അത് പ്രാപിക്കുവാൻ പൗലോസ് അപ്പോസ്തലനെ പോലെ നമ്മുടെ മുന്നിൽ ഉള്ള പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ആ നിത്യതയിൽ പ്രവേശിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.